നമുക്കിന്നൊരു ഷോപ്പിംഗ് വ്ലോഗ് കാണാം കേട്ടോ. അപ്പോൾ ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസെ. ഇങ്ങനെ കുത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പോകാൻ തോന്നിയിട്ട് ഇന്ന് ഫാമിലി മൊത്തം എല്ലാവരും ഒന്നിച്ചിട്ട് പോകുന്നില്ലത്. അങ്ങനെ റെഡിയെല്ലാമായിട്ട് ഇരിക്കുന്നില്ല. ഇല്ല കേട്ടോ, റെഡിയൊന്നും ആയിട്ടാ. അതിനെ റെഡി ആവണം, ഹെയറിലൊന്ന് കെട്ടണം കേട്ടോ. ജസ്റ്റ് ഉള്ളിൽ അവർ റെഡി ആകുന്നുണ്ട്. പിന്നെ അവർ റെഡി ആകുമ്പോഴത്തേക്ക് ചുമ്മാ ഇവിടെ ഇരിക്കുന്നില്ല. നല്ല പൊരിഞ്ഞ വെയിൽ. നമ്മൊരു 3-3:30 ആകുമ്പോഴത്തേക്ക് പോയത് കേട്ടോ. വെയിൽ കാണുമ്പോൾ ഒരിക്കൽ പോകണോ എന്ന് തോന്നി. പിന്നെ പോയാലേ പറ്റൂ, പിന്നെ ഹെയർ സ്റ്റൈലെല്ലാം കെട്ടി സിമ്പിളായിട്ട് കെട്ടിയിട്ടുള്ളത് കേട്ടോ. സോ ഇനി പോകണം. എന്താ പറയുക, എന്ത് വെയിലെന്നറിയാം. പക്ഷേ വെയിലടിച്ചിട്ട് ക്യാമറയിൽ കാണാൻ കൊള്ളാം അല്ലേ. ഞാൻ പിന്നെ എപ്പോഴും സുന്ദരിയാണല്ലോ. അപ്പോൾ എന്ത് പറയലേ, നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കൂ. എന്നാലല്ലേ എനിക്ക് ഇൻട്രസ്റ്റ് വരില്ല. കുറേ എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് പറയലേ, ഞാനുണ്ടല്ല ഒരു അടിഞ്ഞത് അങ്ങനെ ഒന്നും ആക്കിയിട്ടാട്ടാ. തട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കഴിഞ്ഞില്ല മോനെ എന്ന് പറയുമ്പോൾ സാലമ്മേ ചെന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നത് കേട്ടാ. സോ നിന്ന് തട്ടാനേ പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. നമ്മൾ എപ്പോഴും കളിക്കുന്ന കളികൾക്ക് വേണ്ടിയിട്ട് ഹാർട്ടാക്കാൻ കുറേ റിസ്ക് എടുക്കും. പക്ഷെ ലാസ്റ്റ് ഒരു ഹാർട്ടാവും കേട്ടോ. പിന്നെ എന്താ എനിക്കിന്നില്ല പോകുന്നതല്ല, വെയിൽ കാണുമ്പോൾ ശരിക്കും തലക്ക് ഇറങ്ങുന്നിട്ടാ. ഭയങ്കര വെയിൽ. പിന്നെ നമ്മൾ റോഡ് ക്രോസ് ആക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ണിൽ പെട്ടൊരു സംഭവം ഈ ഫ്ലവർ. ശരിക്കും നല്ല എനിക്കിത് ഇവർ വെച്ചിട്ടാകുമ്പോഴത്തേക്ക് ഈ ബാംഗ്ലൂർ ആ സൈഡെല്ലാം ഇങ്ങനെ സെയിലാക്കുമല്ലോ, അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്കുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഫീലായിട്ടാണ്. ഇത് മാത്രമല്ല, നമ്മൾ വാങ്ങാൻ പെർമിഷൻ ഉണ്ടായത് കേട്ടോ. ഏതൊരു ദിവസം എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ച് നോക്കിയിട്ട് നേരെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോൾ വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല കേട്ടോ ഈ ബാംഗ്ലൂർ ഡൽഹി ആ ഒരു ഇത് കണ്ടത് ഈ ഒരു എന്താ പറയുക ഫ്ലിപ്കാർട്ടിൽ പോകുമ്പോൾ സെയിം ഫീൽ കിട്ടാം. എന്തോ ബാംഗ്ലൂർ വന്നൊരു ഫീല് കിട്ടുന്നത് എന്തെന്നറിയില്ല. ഇതിന് മുമ്പ് കാഞ്ഞാട് എത്ര വട്ടവും വന്നിന്, പക്ഷേ ഈ ഒരു ഫീല് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടാം. എന്താണെന്നറിയില്ല, വിശ്വാസമായിരിക്കാം, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നേരെ ഫസ്റ്റ് ചെരുപ്പ് വാങ്ങാൻ പോയിട്ടുള്ളത് കേട്ടോ. ഒരു കുഞ്ഞൊരു കുലുമാലായിട്ടാണ്. എനിക്ക് പ്രഷറാളി, അതാണ് ഞാൻ കുറച്ച് 2-3 വാക്ക് പറഞ്ഞു കഴിച്ചു. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുലുമാലായിട്ട്, ഒരു സൈഡ് കുലുമാലായിട്ട് എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ കുറച്ചെണ്ണം പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ആർക്കും ചൂടാൻ പോകുന്നില്ല കേട്ടോ. ആർക്കും ഞാൻ ചൂടാൻ പോലില്ല. എന്നെ ചൊറിയാൻ വന്നല്ല വരെ ഞാൻ സൈലൻ്റായിട്ട് നിൽക്കും. സോ എന്ത് സംഭവം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ചെരുപ്പ് അതേ കണക്ക് കുറേ ചെരുപ്പ് എന്താ പറയുക ഈടുന്നേ വാങ്ങും കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേര് ആക്ച്വലി ഇപ്പം മറന്നേ. എന്താ പറയുക, ഈടുന്നേ വാങ്ങൂട്ട. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഈടുന്ന് തന്നെ വാങ്ങാൻ. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ 2-3 ചെരുപ്പ് വാങ്ങിയിട്ട്, ഫാൻസി ചെരുപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിലത്തെ ഇതുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ഇളകിയിട്ട് വരുന്നുണ്ടായിട്ടാ. സോ ഉമ്മ ലാസ്റ്റ് ചെരുപ്പ് എടുക്കാൻ വന്നിട്ടാകുമ്പോഴത്തേക്ക് പറഞ്ഞ് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുമ്പോൾ അത് കൊണ്ടുവന്നു എന്ന് അറിയിച്ചു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടാകുമ്പോൾ ആ പറഞ്ഞ ചെക്കൻ ഉണ്ടായിട്ട് ഐ തിങ്ക് എന്ന് പറയുക പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തോന്ന് തോന്നുന്നു. പക്ഷെ മറ്റവനോട് പറയുമ്പോഴത്തേക്ക് ഓന് ഫുള്ള് റൈസായി. നമ്മൾ പറയുന്നത് എന്തെങ്കിലും കേൾക്കണ്ടേ, ഓന് ഉൾട്ടന്നെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പെരുന്നാൾക്ക് വാങ്ങിയത്, ആക്ച്വലി നമ്മൾ വാങ്ങിയത് റീസെൻ്റ്ലി വാങ്ങിയത്. ഓനില്ല നമ്മളല്ല സെയിൽ, ഫുള്ള് ചൂടായിട്ട് എന്തെല്ലോ പറയുന്നതിനായിട്ടാണ്. പിന്നെ എൻ്റെ പ്രഷർ എങ്ങനെ തലയിൽ കയറുന്നില്ല. നമുക്ക് എന്താ പറയുക കൂളായിട്ട് ഇങ്ങനെ എന്ത് മനസ്സിന് ഇങ്ങനെ കൺട്രോളിൽ പിടിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നു. ഓന് ഫുള്ള് ഉൾട്ട നമ്മൾ ചെയ്ത കാര്യം തെറ്റെങ്കിലും ഓക്കെ. നമ്മൾ ഇപ്പോൾ പെരുന്നാൾ മുമ്പാ അല്ല പെരുന്നാൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഓൻ പറഞ്ഞാൽ ശരി, ഇതില്ലാത്ത കാര്യം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഒന്നിന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗത്തല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അത് എക്സ്ചേഞ്ച് ആക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജസ്റ്റ് പറഞ്ഞത് കമ്പനിയിലത്തെ അവർക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്താ വെച്ചെങ്കിൽ കുറേ കൊണ്ടുവന്നല്ലേ, ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും എല്ലാവരും വാങ്ങൽ. ഒരാളിങ്ങനെ ഉണ്ടായിട്ട് വാങ്ങുമായിരിക്കും, കുറേ ആൾ ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വാങ്ങുമായിരിക്കും. സോ അതുകൊണ്ട് കമ്പനിയിലത്തെ അവരോട് പറഞ്ഞെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഇതാക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഓന് സൈലൻ്റായി. ഞാൻ പിന്നെ ഓന് സൈഡിൽ പോയിട്ട് പിന്നെ ഈ ചെക്കനെ വന്നിട്ടാണ് ഓന് കൂളായിട്ട് ഹാൻഡിലൊക്കെ ഓന് അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് കമ്പനീനെ അയച്ചു. എത്ര ഇതാക്കിയിട്ടാണ് എന്ന് വെച്ചെങ്കിൽ എത്ര ഡിഫറൻസ് നോക്കിയാൽ സ്റ്റാഫല്ല 2 മുതലാളിമാരും എനിക്കറിയില്ല, പക്ഷെ മുതലാളിമാർ കൂളായിട്ടുണ്ട്. അടുത്ത സ്റ്റാഫ് ഉണ്ടല്ലോ, ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനായി. പിന്നെ അതിൽ നിന്ന് നേരെ ഉമ്മാക്ക് ഫാൻസി കമ്മൽ അങ്ങനെ വാങ്ങാറുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് എൻ്റെ കുരക്കൊത്തി എന്തെന്നറിയില്ല സ്റ്റിച്ചാക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൊതി.
അങ്ങനെ മെറ്റീരിയൽ വാങ്ങാൻ വന്നിട്ടുള്ളത് കേട്ടാ. സോ എന്താ പറയുക, ഇപ്പോൾ കുറേ ട്രെൻഡ് കാണുന്നില്ല, ഇങ്ങനെ കൈവശെങ്കിൽ ഏത് കളർ നമുക്ക് പിടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊന്നും ഫീൽ ആയിട്ടാ. ഏത് കളർ എനിക്ക് പൊതുവെ എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ട് ഞാൻ പറയണം കേട്ടോ. അല്ലാതെ ലൈറ്റ് അടിക്കുന്നതിൻ്റെ കൈക്ക് പിന്നെ മറ്റേ സ്ഥലം ലൈറ്റ് അടിക്കാത്ത സംഭവം അങ്ങനെ എനിക്കൊന്നും തീർന്നിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് എന്തായാലും കുറച്ച് നേരം നിന്ന് പിന്നെ മെറ്റീരിയൽ വാങ്ങി. ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ഇന്ന് തന്നെ കട്ടാക്കി സ്റ്റിച്ചാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മൂഡ് വരും, ഇല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്ത് ഞാൻ പോയില്ല കേട്ടോ. അതിന് ഒരു കൊല്ലെങ്കിൽ ആ മെറ്റീരിയൽ ആണെണ്ടാവും. സോ വേഗം കട്ടാക്കി സ്റ്റിച്ചാക്കണം. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുള്ളത് ഞാൻ 8 ദിവസം എനിക്ക് തന്നെ സ്റ്റിച്ചാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 2.5 മീറ്റർ വാങ്ങിയത്. പക്ഷെ പെട്ടെന്ന് പോയിട്ടാകുമ്പോഴത്തേക്ക് എന്ത് മനസ്സ് മാറുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞിച്ചേ നമ്മൾ എന്താ പറയുക, ഇത് ചെടി വാങ്ങുമെന്ന് വെച്ചാൽ പിന്നെ ചെടിയും വാങ്ങി, കുറച്ച് സ്നാക്സും വാങ്ങിച്ച് എന്ന് പറയുന്നത്. ഇതാ പൂവിൻ്റെ ചെടി കണ്ടാൽ നമ്മൾ 2 റോസാപ്പൂ, പിന്നെ ആ ബാക്കിയുള്ള പൂവിൻ്റെ പേരൊന്നും അറിയില്ല. നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ആക്കാട്ടോ. പിന്നെ നീല എയ്റ്റിൽ ബേക്കർ വാങ്ങി. വയറ്റിലേക്ക് എന്തെങ്കിലും കയറ്റണ്ടേ, ഇതിന് കയറ്റാൻ ചെടിയല്ല, നേരെ പാർസലാക്കാൻ പോയിട്ടില്ല കേട്ടാ. അപ്പോഴത്തേക്ക് ഒരു ചെക്കനുള്ള സാധനം ഞാൻ മാമനൊക്കെ പോകുന്നു പറഞ്ഞിട്ട് ഒറ്റ പാർസൽ അങ്ങനെ കുറേ എന്നതാ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് എന്തെല്ലാം വാങ്ങിയെന്ന് വെച്ച് അവരോട് പറഞ്ഞതുകൊണ്ട് ബില്ലാക്കി. പിന്നെ ഇത് കവറിലിടുന്നില്ല, കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെത് ഞാൻ തേലിയാന്ന് പറഞ്ഞിട്ട് ഫുള്ള് ചൂടായിട്ട് എന്തായതെന്ന് അറിയില്ല ചിട്ടേക്ക്. പിന്നെ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പെരക്ക് പോകുന്നില്ലത് കേസ്. പിന്നെ എന്താ പറയുക, മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും അതൊക്കെ എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വ്ലോഗായിട്ട് കാണാം. മറക്കാതെ ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം അടിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. എല്ലാവരും വെയിറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.